KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും, ഉമ്മൻചാണ്ടി UDF കൺവീനർ. പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാവേണ്ടതല്ലേ എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം. ചേളാരി വിഭാഗം പ്രാദേശിക നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. 2000 cc ഡീസൽ വാഹന നിയന്ത്രണത്തിന് 2 മാസത്തെ ഭാഗിക സ്റ്റേ. സംസ്ഥാന ഖജനാവിലുള്ളത് 700 കോടി മാത്രം. കടം വാങ്ങാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. 2ാം വാർഷികത്തിൽ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാന പെരുമഴ. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ പണം വാങ്ങിയാൽ അവർ കസേരയിലുണ്ടാവില്ലെന്ന് G. സുധാകരൻ. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ ക്ഷമ ആവശ്യമെന്ന് ADGP B. സന്ധ്യ. പ്രവാസികാര്യ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും, പ്രതീക്ഷയോടെ ഗൾഫ് മലയാളികൾ. വാർത്തകൾ വിശദമായി. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. KC ജോസഫിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവാക്കാനും ധാരണയായി. ഉമ്മൻചാണ്ടി UDF ചെയർമാനായി തുടരാനും മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ തീരുമാനമായി. ഇന്ദിരാഭവനിൽ വെച്ചാണ് ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ആശയവിനിമയം നടത്തിയത്. ഞായറാഴ്ച നിയമസഭാ കക്ഷിയോഗം ചേരുന്നതിന് മുന്നോടിയായാണ് മുതിർന്ന നേതാക്കൾ തമ്മിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ചർച്ച നടത്തിയത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും, KC ജോസഫാകും നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇല്ല എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിറകെ തന്നെ ഉമ്മൻചാണ്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ മറുപടി. ഈ സാഹചര്യത്തിൽ AK ആന്റണിയുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമാണ് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടി UDF ചെയർമാനായി തുടരും. സാധാരണ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആയ വ്യക്തിയാണ് UDF ചെയർമാനാവുക. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാകാത്ത സാഹചര്യത്തിലാണ് കീഴ്വഴക്കം മാറ്റിയത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിലുണ്ട്. പൊതുപ്രവർത്തകനായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്നില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ മുഖ്യമന്ത്രി ആകേണ്ടതല്ലേയെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ചോദിച്ചു. സ്വാഗതം ചെയ്യുന്നു. കാരണം വളരെയേറെ തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു, അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നിയമലംഘനമുണ്ടോ എന്നെല്ലാം നോക്കട്ടെ. ഞായറാഴ്ച പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്, ഞങ്ങൾ യോഗം കൂടുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ എന്റെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തന്നെ പറയാവുന്നതിനപ്പുറത്താ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു തന്നെയാണ് ജയിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകേണ്ടത്. കേന്ദ്ര സർക്കാരിനെതിരെ ഉമ്മൻചാണ്ടി ശക്തമായി ആഞ്ഞടിച്ചു. കേന്ദ്ര സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധനവില കുറച്ചിട്ടില്ല. അസംസ്കൃത എണ്ണയുടെ വില കുറയുന്ന സാഹചര്യത്തിൽ പെട്രോൾ വില 45 ഡീസൽ വില 40 കുറയ്ക്കണമെന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകാവുന്ന സാഹചര്യം കേന്ദ്രം പ്രയോജനപ്പെടുത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. 2000 cc മേലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് തടഞ്ഞ് ഹരിത ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ 10 വർഷത്തിനുമേൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന ഉത്തരവ് നിലനിൽക്കും. ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഭാഗികമായി സ്റ്റേ ചെയ്ത ഹൈക്കോടതി മതിയായ വസ്തുതകളില്ലാതെയാണ് ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് നിരീക്ഷിച്ചു. പ്രായോഗികത പരിശോധിച്ചാൽ ഉത്തരവ് സ്റ്റേ ചെയ്യേണ്ടതാണ്. പൊതു സ്വകാര്യ വാഹനങ്ങളെ വേർതിരിച്ച് കാണുന്നത് വിവേചനമാണെന്ന് ഹർജിക്കാരായ വാഹന ഡീലർമാർ വാദിച്ചു. നിരോധനം 6 നഗരങ്ങളിൽ മാത്രമാണ് ബാധകമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണവും പാരിസ്ഥിതിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ട്രിബ്യൂണൽ മുമ്പാകെ ഉണ്ടായിരുന്നില്ല.
ട്രിബ്യൂണൽ മുമ്പ് നിരോധനം ഏർപ്പെടുത്തിയ ഡൽഹിയിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. 15 വർഷത്തെ നികുതി മുൻകൂർ സ്വീകരിച്ചാണ് വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത്. ഉത്തരവ് ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ചുമത്തണമെന്ന നിർദ്ദേശം നിയമപരമല്ലെന്നും ഹർജിക്കാർ വാദിച്ചു. ഈ വാദഗതികൾ പരിഗണിച്ചാണ് ട്രിബ്യൂണൽ ഉത്തരവ് ജസ്റ്റിസ് പി.ബി. സുരേഷ് കുമാർ ഭാഗികമായി സ്റ്റേ ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിനും ഹരിത ട്രിബ്യൂണലിൽ നിന്ന് വിധി സമ്പാദിച്ച അഭിഭാഷകരുടെ പരിസ്ഥിതി സംഘടനയായ ലീഫിനും നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രവാസികാര്യ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യും. പ്രതീക്ഷയോടെ ഗൾഫ് മലയാളികൾ. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. പുതിയ ഇടതുപക്ഷ സർക്കാരിൽ പ്രവാസികാര്യ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പായതോടെ ഏറെ പ്രതീക്ഷയോടെ പ്രവാസികൾ. വർഷങ്ങളായി പ്രവാസികൾ ഉന്നയിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അവരിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കിയ പിണറായിക്ക് വ്യക്തമായ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന ശുഭാപ്തിയിലാണ് പ്രവാസലോകം. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്ന ബുധനാഴ്ച മന്ത്രിമാർക്ക് വകുപ്പ് നിശ്ചയിച്ചപ്പോൾ പ്രവാസികാര്യ വകുപ്പിനെക്കുറിച്ച് പരാമർശമൊന്നുമില്ലാത്തത് പ്രവാസികളിൽ അല്പം നിരാശ പടർത്തിയിരുന്നു. മുഖ്യ വകുപ്പുകളുടെ കൂട്ടത്തിൽ പ്രവാസികാര്യ വകുപ്പിനെ പരിഗണിക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികളുടെ പോഷക സംഘടനകൾ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇതു സംബന്ധിച്ച് ഗവർണറുടെ അംഗീകാരം ലഭിച്ച ശേഷമാണ് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരും പ്രവാസികാര്യ വകുപ്പിനെ കൊല ചെയ്തെന്ന രീതിയിൽ വ്യാഴാഴ്ച സാമൂഹിക മാധ്യമങ്ങളിലും വിമർശനം പരക്കുന്നതിനിടയിലാണ് രാത്രി ഔദ്യോഗിക ഉത്തരവ് പുറത്തുവന്നത്. അതോടെ നിരാശ ആഹ്ലാദത്തിന് വഴിമാറി. ഇതാദ്യമായി മുഖ്യമന്ത്രി തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത് പ്രവാസികളോടുള്ള പ്രത്യേക പരിഗണനയായാണ് വിലയിരുത്തപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയൻ പ്രവാസികളുടെ പ്രശ്നങ്ങളും പരാതികളും അഭിപ്രായങ്ങളും നേരിട്ടറിയാൻ വേണ്ടി UAE-യിലെത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 2 മുതൽ 4 വരെ പ്രവാസി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി നേരിട്ട് സംവദിച്ച അദ്ദേഹം തിരിച്ചുപോകും മുമ്പ് നടന്ന പൌരസമ്മേളനത്തിൽ പ്രവാസി വിഷയങ്ങളിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് വിശദമാക്കുകയും ചെയ്തു. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയ പ്രതിനിധികളിൽ നിന്ന് കേരളത്തിന്റെയും പ്രവാസികളുടെയും പ്രശ്നങ്ങൾ മണിക്കൂറുകൾ സമയമെടുത്ത് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. പിന്നീട് കേരള വികസനം, വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുമായും അദ്ദേഹം സംവദിച്ചു. പ്രവാസി വിഷയങ്ങൾക്കപ്പുറം കേരളം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ പ്രവാസികളുടെ മനസ്സറിയുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശം. വിമാന ടിക്കറ്റുകളുടെയും പ്രവാസി പുനരധിവാസത്തിലെ പ്രശ്നങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടിയ പിണറായി സർക്കാരുകൾ പ്രവാസികളോട് ശരിയായ സമീപനമല്ല എടുക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. ഈ രീതിയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്ത നേതാവ് തന്നെ ആ വകുപ്പിന്റെ മന്ത്രിയായി വരുന്നു എന്നതാണ് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നത്. തേമേസി ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. 2ാം വാർഷികത്തിൽ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാന പെരുമഴ. കേരളത്തിന് 1000 കോടി രൂപയുടെ പ്ലാസ്റ്റിക് പാർക്കും ഫാർമ പാർക്കും നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി അനന്ത്കുമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാസവള വകുപ്പിന് കീഴിൽ IIT-ക്കു തുല്യമായ കേന്ദ്ര എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും തയ്യാറാണ്. 200 ജൻ ഔഷധി ഷോപ്പുകളും നൽകും. പദ്ധതികൾക്ക് വേണ്ട സ്ഥലം സംസ്ഥാനം നൽകിയാൽ 1 മാസത്തിനകം ധാരണാപത്രം ഒപ്പിടാമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. Government of India is ready to consider one plastic park with 1,000 crore rupees investment to the state of Kerala. When I speak of plastic park, I am also speaking of one pharma park. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് 4-ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. 6 മണിക്ക് രാഷ്ട്രപതിയെയും സന്ദർശിക്കും. രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി എന്നിവരുമായും പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തും. നാളെ തുടങ്ങുന്ന 2 ദിവസത്തെ PB യോഗത്തിൽ പങ്കെടുക്കാൻ പിണറായി വിജയനൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന് കേരള ഹൌസിൽ പൌരസ്വീകരണവും നൽകും. ജിഷ വധക്കേസിൽ ക്ഷമ ആവശ്യമെന്ന് ADGP B. സന്ധ്യ. അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നും എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും സന്ധ്യ വ്യക്തമാക്കി. അന്വേഷണം രഹസ്യ സ്വഭാവത്തിലുള്ളതാണെന്നും ആർക്കും പോലീസിന് വിവരങ്ങൾ നൽകാമെന്നും B. സന്ധ്യ ആലുവയിൽ പറഞ്ഞു. ആലുവയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ADGP. അതേസമയം കേസ് അന്വേഷിക്കുന്ന സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറങ്ങി. SP-മാരായ PN ഉണ്ണിരാജൻ, PK മധു എന്നിവരെ സംഘത്തിൽ ഉൾപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പിൽ സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ആരെങ്കിലും പണം വാങ്ങിയാൽ അവർ ആ കസേരയിൽ ഉണ്ടാവില്ലെന്ന് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഖജനാവ് ചോർത്തുന്ന വകുപ്പാണ് പൊതുമരാമത്തെന്നും കൈക്കൂലിയാണ് പ്രധാന പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു.
പല ആളുകളും മന്ത്രിമാരായിരുന്നപ്പോൾ ഇവരെ കൊണ്ട് പിരിപ്പിച്ചിട്ടുണ്ട്, പൈസ പിരിപ്പിച്ചെടുത്തിട്ടുണ്ട്. മോടെ കല്യാണം ഉണ്ടെങ്കിൽ ഇവർ സ്വർണം കൊടുക്കണം. ഇവർ പലരും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്ഥലം മാറ്റും. സ്ഥലം മാറ്റത്തിനെങ്ങാനും 10 പൈസ കൈക്കൂലി വാങ്ങിച്ചു എന്നറിഞ്ഞാൽ ആ കസേര ഉണ്ടാവില്ല. സ്ഥലം മാറ്റുന്ന ലിസ്റ്റൊക്കെ ഇവിടെ കാണിച്ച് ഡിവിഡന്റ് കാണിച്ച് ഡിസ്കഷൻ കൊണ്ടുപോകണം. ഒരു പൈസ പോലും ആരും കൊടുക്കരുത്. എല്ലാവരുടെ എഞ്ചിനീയർമാരോട് അറിയുകയാണ്, 10 പൈസ കൊടുത്തേക്കരുത്. ആവശ്യമുള്ളത് തന്നേക്കാം ട്രാൻസ്ഫർ, ആവശ്യമുള്ളത് തന്നേക്കാം ട്രാൻസ്ഫർ, കേട്ടല്ലേ? നോമസിന്റെ വയലേഷൻ ഇല്ലെങ്കിൽ. സംസ്ഥാന ഖജനാവിലുള്ളത് 700 കോടി രൂപ മാത്രമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കടമെടുക്കാതെ പുതിയ സർക്കാരിന് മുന്നോട്ടു പോകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക നില ശരിയായ രീതിയിലെത്താൻ 3 കൊല്ലമെടുക്കും. എന്നാൽ ജീവനക്കാരുടെ ശമ്പളത്തിലും സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കുറവ് വരാതെ നോക്കുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ധനവകുപ്പ് വിലയിരുത്തിയിരുന്നു. ഉടൻ കൊടുത്തു തീർക്കേണ്ട ബാധ്യത മാത്രം 6000 കോടിയുണ്ടെന്നാണ് കണക്ക്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് പണമില്ലാത്തതിനാൽ ചെലവുകൾ മാറ്റിവെച്ചതാണ് ബാധ്യത ഇത്രയേറെ ഉയരാൻ കാരണം. സംസ്ഥാന ഖജനാവ് കാലിയാണെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ തള്ളിയിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അധികാരമേറ്റെടുത്ത ശേഷം മനസ്സിലാകുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാദം. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അറബിക് ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ഫോഴ്സിന്റെ ഭാഗമായി സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ അറബിക് ടാലന്റ് പരീക്ഷ ജൂലൈ 30 കാസർകോട് നടക്കും. ഓരോ ജില്ലയിൽ നിന്നും UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് 2 കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ചേളാരി വിഭാഗം പ്രാദേശിക നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. അടിസ്ഥാനരഹിതവും വ്യക്തിനിന്ദാപരവുമായ ഫോട്ടോകളും പരാമർശങ്ങളും ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് എന്നിവയിലൂടെ പ്രചരിപ്പിച്ച കരീം PVയെയാണ് താനൂർ SI മിഥുൻലാൽ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തത്. SOS കാളാട് യൂണിറ്റ് സെക്രട്ടറി നൌഷാദിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. ഉമ്മൻചാണ്ടി UDF കൺവീനർ. 2000 cc ഡീസൽ വാഹന നിയന്ത്രണത്തിന് 2 മാസത്തെ ഭാഗിക സ്റ്റേ. പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാവേണ്ടതല്ലേയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം. ചേളാരി വിഭാഗം പ്രാദേശിക നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഖജനാവിലുള്ളത് 700 കോടി മാത്രം. കടം വാങ്ങാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. 2ാം വാർഷികത്തിൽ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാന പെരുമഴ. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ പണം വാങ്ങിയാൽ അവർ കസേരയിലുണ്ടാവില്ലെന്ന് G. സുധാകരൻ. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ ക്ഷമ ആവശ്യമെന്ന് ADGP B. സന്ധ്യ. പ്രവാസികാര്യ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. പ്രതീക്ഷയോടെ ഗൾഫ് മലയാളികൾ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.